മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഒരു മുഖം തന്നെയാണ് മഞ്ജുവിൻ്റേത്. സിനിമയിലും സീരിയലിലും ഒരുപോലെ സജീവമായി നിൽക്കുന്ന മഞ്ജു സതീഷ് എന്ന പേര് മിനി സ്ക്രീൻ, ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പരിചിതമാണ്. വർഷങ്ങളായി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന മഞ്ജു വ്യത്യസ്തത തുളുമ്പുന്ന കഥാപാത്രങ്ങൾ കൊണ്ടാണ് ശ്രദ്ധേയായത് എന്ന് തന്നെ പറയാം. എന്നാൽ മഞ്ജുവിൻ്റെ കഴിവിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെയും പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയിൽ മാറുകയും ചെയ്തു. ഇപ്പോഴിതാ മഞ്ജുവിൻ്റെ മകൻ്റെ വിവാഹ നിശ്ചയ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ വധു സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണെന്ന് മനസ്സിലാക്കുന്നു. അർച്ചന നായർ എന്നാണ് വധുവിൻ്റെ പേര്. ഇവരുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ വളരെയധികം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രനടയിലെത്തിയാണ് ഇവരുടെ സന്തോഷം ഇവർ ആഘോഷമാക്കി അറിയിച്ചത്. വധുവും വരനും നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗം തന്നെ വൈറലാവുകയും ചെയ്തു. പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു സന്തോഷ നിമിഷമായി തന്നെ ഇത് മാറുകയും ചെയ്തുവെന്ന് പറയാം. ആശംസാ പ്രവാഹമായിട്ട് തന്നെയാണ് നിരവധി പ്രേക്ഷകർ എത്തുന്നത്. ഇത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്തയായി തന്നെ മാറുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരിൽ സാധാരണയായി എപ്പോഴും വിവാഹമാണ് നടക്കാറുള്ളത്. വിവാഹ നിശ്ചയം നടന്ന് കണ്ടിട്ടില്ല. എന്നാൽ ഇതിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വിവാഹം ഇങ്ങനെ ഉറപ്പിച്ചു. ഏപ്രിൽ മാസത്തിലായിരുന്നു വിവാഹ നിശ്ചയം നടന്നതെങ്കിലും ചിത്രങ്ങൾ പുറത്തു വന്നത് കുറച്ച് ദിവസങ്ങൾ മുൻപാണ്. ആരാണ് ഈ താരമെന്ന് അന്വേഷിച്ചു പോയവർ തന്നെയാണ് മഞ്ജുവിനെ പറ്റി അറിഞ്ഞതും. മഞ്ജുവിൻ്റെ ഭർത്താവിനെക്കുറിച്ചും പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു. ഇതായിരുന്നു താരത്തിൻ്റെ ഭർത്താവ് എന്ന് പലരും ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ജു ഒരേ സമയം ഒന്നിലധികം പരമ്പരകളിലൂടെയും മിനി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്നൊരു താരം തന്നെയാണ്. ഇന്ദുലേഖയിലും കുടുംബവിളക്കിലും എല്ലാം ഒന്നിനൊന്ന് മികച്ച കഥാപാത്രങ്ങളിൽ മഞ്ജു അവതരിപ്പിച്ച് മിടുക്കിയായി മാറിയിട്ടുമുണ്ട്. രണ്ടിലും വില്ലത്തി പരിവേഷങ്ങളിലാണ് മഞ്ജു നിറഞ്ഞു നിന്നത്. സിനിമയിലും സീരിയലിലും നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് മഞ്ജുവിൻ്റെ വിവാഹം നടക്കുന്നത്. വിവാഹത്തിന് ശേഷം അഭിനയ ജീവിതത്തിൽ നിന്ന് ചെറിയ ഇടവേള എടുക്കുകയും ചെയ്തു. തിരിച്ചെത്തിയപ്പോഴെല്ലാം നല്ല വേഷങ്ങളാണ് താരത്തെ തേടിയെത്തിയത്. മഞ്ഞൊരുകും കാലം, ചിന്താവിഷ്ടയായ സീത എന്നീ സീരിയലുകളിൽ വില്ലത്തി വേഷങ്ങളിലൂടെ മഞ്ജു മടങ്ങിവരവ് അറിയിച്ചു. ആദ്യമായി വില്ലത്തിയാകുന്നതിനെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ വളരെയധികം തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഞ്ജു നൽകിയൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. ഓം ശാന്തി ഓശാൻ എന്ന സിനിമയ്ക്ക് ശേഷം പലരും പറഞ്ഞു മഞ്ജു ഇനി പിടിച്ചു കയറുമെന്ന്. ആളുകളൊരവസരം തന്നാൽ മതിയെന്ന്. നല്ല അവസരങ്ങൾ വന്നാലും പാര വയ്ക്കാൻ ആളുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത്രയും വർഷം സിനിമയിലും സീരിയലിലും നിന്നിട്ടും കുടുംബത്തിൻ്റെ പിന്തുണ മാത്രമാണ് തനിക്കുള്ളതെന്നും പറയുന്നു. താനും ഭർത്താവും ഒരേ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണ്. സോഷ്യൽ മീഡിയ വഴി ഇവരുടെ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ മകൻ്റെ ചിത്രങ്ങളും ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകർ. ഇതോടെ തന്നെ എന്നെ മാത്രം കാത്തോളനെ എന്ന ഷോർട്ട് ഫിലിമിൽ നായകനായി എത്തുന്നത് മഞ്ജുവിൻ്റെ മകൻ ആദിയാണ് എന്നുകൂടി മനസ്സിലാകുന്നു. അതിലൂടെ തന്നെയാണ് ഈ വിവാഹ നിശ്ചയം ഉറപ്പിച്ച താരം സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണെന്ന് മനസ്സിലാക്കുന്നത്. അതോടെ പ്രേക്ഷകരെല്ലാവരും വളരെ സന്തോഷത്തോടെ ഈ വാർത്ത ഏറ്റെടുത്തു. സോഷ്യൽ മീഡിയയിൽ തന്നെ തരംഗമായി നിൽക്കുന്ന രണ്ടുപേർ തന്നെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ടും പലരുമാണ് എത്തിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.